ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഖസീദത്തുൽ ബുർദയിലെ ഇസ്റാ മിഅ്റാജ് ഒരു വിശകലനം. മഹാനായ ബൂസൂരി ഇമാം അവിടുത്തെ ഖസീദത്തുൽ ബുർദയിലെ ഇസ്റാ മിഅ്റാജിനെ കുറിച്ച് വിവരിക്കുന്ന 7ാമത്തെ ഫസ്ലിനെ കുറിച്ചാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇസ്റാ മിഅ്റാജ് അത്ഭുതങ്ങളിലേക്കുള്ള ആരോഹണം. ഇസ്ലാമിക ചരിത്രത്തിൽ അവർണ്ണനീയ സ്ഥാനമാണ് ഇസ്റാ മിഅ്റാജിനുള്ളത്. നിരവധി ചരിത്രശാസ്ത്രങ്ങളുടെ സാമഞ്ജസ്യം പ്രവാചക വര്യന്യരുടെ രാപ്രയാണത്തിലൂടെ നമുക്ക് ദർശിതമാകും. ലോക ചരിത്രത്തിൽ തന്നെ ഇതുപോലത്തൊരു പ്രയാണം മുമ്പും ശേഷവും നടന്നിട്ടില്ല. റജബ് 27-ന് ഇത്രയധികം മഹാത്മ്യം ലഭിക്കാൻ കാരണമായ ചരിത്ര പുരുഷൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൗതിക ലോകത്തോട് വിട പറഞ്ഞു എന്നത് മാത്രമല്ല, അതുപോലുള്ള ഒരു വ്യക്തി ഇനി ഭൂജാതനാവില്ല എന്നതുകൂടിയാണ് അതിന് കാരണം. ഇസ്രാ ഇത് ഖുർആൻ കൊണ്ട് വ്യക്തമാക്കപ്പെട്ട സംഭവമാണ്. ശാരീരിക പ്രയാണമായിരുന്നു അത്. സ്വപ്നയാത്രയോ ആത്മീയ യാത്രയോ ആയിരുന്നില്ല. പരിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ നമുക്കിത് ഗ്രഹിക്കാം. അല്ലാഹു തആല പറയുന്നു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് തൻ്റെ ദാസനെ രാത്രിയിൽ അഥവാ അല്പസമയത്തിൽ നടത്തിയ ഒരുവൻ്റെ വിശുദ്ധി പ്രകടിപ്പിക്കുന്നു. ഇതാണ് ഖുർആൻ പ്രസ്താവം. സുബ്ഹാന എന്ന പദം ആശ്ചര്യപദമാണ്. സാധാരണ സംഭവങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുകയില്ല. മറിച്ച് സാധാരണ നടക്കാത്ത അസാധാരണ സംഭവങ്ങളെ പ്രതിപാദിക്കാനാണ് ഇത് പ്രയോഗിക്കാറ്. ഒരു സ്വപ്നത്തിൽ 1000ഓളം കിലോമീറ്റർ പ്രയാണം നടത്തുക എന്നത് സാധാരണയാവാം. പക്ഷേ ഇവിടെ സുബ്ഹാന പ്രയോഗിച്ചത് കൊണ്ട് ഈ പ്രയാണം ജസദ് കൊണ്ട് നടന്ന നിശായാത്ര തന്നെയാണ്. ഈ ഇസ്റാ മിഅ്റാജ് നടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 52-ാം വയസ്സിൽ റജബ് 27-ന് രാത്രിയിലാണ്. യാത്ര ആരംഭം. സർവ്വലോക രക്ഷിതാവിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ സർവമാന തയ്യാറെടുപ്പുകളും നബി തങ്ങൾ ചെയ്തിരുന്നു. മലക്കുകൾ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മസ്ജിദുൽ ഹറാമിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് സംസം കിണറിനരികിൽ മലർത്തി കിടത്തി ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ കാർമ്മികത്വത്തിൽ ശസ്ത്രക്രിയ നടന്നു. കീറി മുറിക്കാനും ശസ്ത്രക്രിയ ചെയ്യാനും വർത്തമാന കാലത്തിലെ ഉപകരണങ്ങൾ ആവശ്യം വന്നില്ല. സർവ്വസാധാരണയല്ലാത്തൊരു സംഭവമായിരുന്നു അത്. ശേഷം നബി തങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു. കഴുതയേക്കാൾ വലുതും കോവർ കഴുതയേക്കാൾ ചെറുതുമായ ബുറാഖ് എന്ന വാഹനത്തെ പുറത്ത് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. വേഗത കണക്ക് കൂട്ടാൻ കഴിയില്ല. 2 തുടയിലും 2 ചിറകുകളുണ്ട്. കാലിൻ്റെ കുതിപ്പിന് ഈ ചിറകുകൾ എൻജിൻ പവറോടെ പ്രവർത്തിക്കുന്നു. യാത്രാസംഘം മസ്ജിദുൽ അഖ്സക്കരികെ എത്തി. ബുറാഖിനെ അക്സയുടെ പുറത്തെ ഗേറ്റിന്മേലുള്ള വട്ടക്കണ്ണിയിൽ കെട്ടി. ഉടനെ അടുത്ത പാറയിൽ ജിബ്രീൽ ഒരു കൊളുത്തുണ്ടാക്കി ബുറാഖിനെ അവിടെ തടിച്ചു. ഇതാണ് ബുർദയിൽ ഇമാം ബൂസൂരി ഇമാം പറയുന്ന വരികൾ വിവക്ഷിക്കുന്നത്. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിൻ മിനദ്ദുലമി. ബാജുരി ഇമാം തൻ്റെ ബുർദക്കുള്ള വിശദീകരണത്തിൽ പറയുന്നു, ആദ്യത്തെ ഹറം അതായത് മക്ക, അവിടെ നിന്നും മറ്റൊരു ഹറമായ മസ്ജിദുൽ അഖ്സ, ഇവിടേക്കുള്ള രാത്രിയിലുള്ള പ്രയാണമാണ് ഇസ്രാ എന്ന് വിശദീകരിച്ചു കൊണ്ട് തുടരുന്നു. ഇവിടെ ലൈലിൽ നിന്ന് പ്രയോഗിച്ചു. എന്നാൽ സെറ എന്നതിൻ്റെ അർത്ഥം രാത്രി പ്രയാണം എന്നാണല്ലോ. എന്നാൽ ഈ ലൈലൻ എന്നുള്ളത് നിശായാത്രക്കുള്ള തഅക്കീദായിട്ട്, അതായത് കൂടുതൽ സ്ഥിരീകരിക്കപ്പെടുത്തുവാൻ വേണ്ടി ഉള്ളതാണെന്ന് പറയുന്നു. തുടർന്നുള്ള വരികളിൽ ബൂസൂരി ഇമാം പറയുന്നു, വഖദ്ദമത്ക ജമീഉൽ അംബിയാഇ ബിഹാ വറുസുലി തഖ്ദീമ മഖ്ദൂമിൻ അലാ ഖദമി. അവിടെ മസ്ജിദുൽ അഖ്സയിൽ വെച്ച് അമ്പിയാക്കളുടെ ആത്മാക്കളും നബിതങ്ങളും ജമാഅത്തായി നിസ്കരിച്ചുവെന്നും എന്നാൽ ഈസാ നബിയും ഇദ്രീസ് നബിയും ജസദാൽ തന്നെ പങ്കെടുത്തുമെന്നതാണ് പ്രബലാഭിപ്രായം. ബാജൂരി. മിഅ്റാജ്. ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും 7 ആകാശവും താണ്ടി സിദ്റത്തുൽ മുൻതഹ കണ്ട് അള്ളാഹുവുമായി മുത്തുനബി സംഗമിക്കുന്ന യാത്രയ്ക്കാണ് മിഅ്റാജ് കൊണ്ട് വിവക്ഷിക്കുന്നത്. ഇസ്രാ മാത്രമേ ശാരീരികമുള്ളൂ എന്ന് പറയുവാനൊക്കില്ല.
മിഅ്റാജും നബി തങ്ങൾ ബുറാക്കിൻ്റെ ചിറകിലേറിപ്പോയ യാത്ര തന്നെയായിരുന്നു. കാരണം ബൈത്തുൽ മഅമൂറിലേക്ക് ചാരിയിരുന്ന ഇബ്രാഹിം നബിയെയും മുത്തുനബി കാണുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നതായി തിരുനബി കണ്ടുവെന്നും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല പ്രവാചകന്മാരുടെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ കണ്ടിരുന്നു. ഇത് പ്രാമാണികമാണ്. ശാരീരികമല്ലാതെ ആത്മാക്കൾ ചാരിയിരിക്കുന്നതും നിസ്കരിക്കുന്നതും എങ്ങനെ? മിഅ്റാജിൽ ഏഴ് ആകാശങ്ങളിൽ നിന്നും ഓരോരുത്തരെ നബിതങ്ങൾ കണ്ടുമുട്ടുന്നുണ്ട്. ഒന്നാം ആകാശത്ത് ആദം നബിയെയും, അതായത് ദുന്യാവിൻ്റെ ആകാശത്തിൽ നിന്ന്. പിന്നീട് രണ്ടാം ആകാശത്ത് ഈസാ നബിയെയും, മൂന്നാം ആകാശത്ത് യൂസുഫ് നബിയെയും, 4-ൽ ഇദ്രീസും, 5-ൽ ഹാറൂൻ നബിയും, 6-ൽ മൂസാ നബിയും, 7-ൽ ഇബ്രാഹിം നബിയെയും കാണുന്നുണ്ട്. ഈ അതിർത്തി വരെ ജിബ്രീൽ അലൈഹിസ്സലാമിന് സമ്മതം ലഭിച്ചിട്ടുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്കാണ് യാത്ര പോയത്. സിദ്റത്തുൽ മുൻതഹ വരെ വന്ന ജിബ്രീൽ അവിടുന്ന് തിരിച്ചിറങ്ങി. ആ വൃക്ഷത്തിൻ്റെ അരികിൽ 70,000 മലക്കുകൾ സംഗമിച്ചിട്ടുണ്ടായിരുന്നു. ഒടുവിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നു, നേരിൽ സംഭാഷണം നടത്തുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അവിടുത്തെ മുസ്തദ്റക്കിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅയ്തു റബ്ബി അസ്സ വജൽ, എൻ്റെ റബ്ബിനെ ഞാൻ കണ്ടുവെന്ന്. ഇതുകൊണ്ടുള്ള ഉദ്ദേശ്യം കണ്ണുകൊണ്ടല്ല, മറിച്ച് ഹൃദയം കൊണ്ടുള്ള കാഴ്ചയാണ്. അവിടെ വെച്ചാണ് മുസ്ലിമീങ്ങൾക്ക് സമ്മാനമായി 5 വഖ്ത് നിസ്കാരം ഏറ്റുവാങ്ങുന്നത്. ആദ്യം 50 വഖ്തായി ലഭിച്ചത് മൂസാ നബിയുടെ സഹായത്തോടെ ആയിരുന്നു 5 വഖ്തായി ചുരുക്കിയത്. നബി തങ്ങളുടെ മുനാജാത്ത് അള്ളാഹുവിലേക്ക് ഖാബ ഖൗസൈൻ പോലെ അടുക്കും വിധമായിരുന്നുവെന്ന് ബുർദ പരാമർശിക്കുന്നുണ്ട്. ഖാബ ഖൗസൈൻ എന്നാൽ ഒരു അമ്പിൻ വില്ലിൻ്റെ ഇരുതെല്ലിടയിലുള്ള ഒരു നുള്ളളവിലെ പളുതാണെന്ന് ഹാഷിയത്ത് ബാജൂരി പറയുന്നുണ്ട്. ശേഷം മുത്തുനബി ആ രാത്രി തന്നെ ഭൂലോകത്തേക്ക് മക്ക മണ്ണിലേക്ക് എത്തിച്ചേരുകയാണ്. നബി തങ്ങൾ വളരെ നിർവൃതിയിലാണ്. വിവരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. കേട്ട ഉടനെ വിശ്വസിച്ചു. മക്ക മുശ്രിക്കുകളടക്കം പലരും നബി തങ്ങളെ പരിഹസിച്ചു. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ പോലെ വമാ ജഅൽന റുയല്ലത്തി അറൈനാക ഇല്ലാ ഫിത്നതൻ ലിന്നാസ്, അതായത് അതെന്നും നാം ആ ഇസ്രാ യാത്രയെ ഫിത്ന ആക്കിയിട്ടുണ്ട്. ആ ഫിത്നയെ ഏറ്റെടുക്കാൻ പല ജനങ്ങളും തുനിഞ്ഞുകൊണ്ടിരിക്കും. മുജാഹിദ് സംഘം അതിനൊരു ഉദാഹരണമാണ്. യഥാർത്ഥത്തിൽ ഇസ്രാ മിഅ്റാജ് മുത്തുനബിയുടെ അമാനുഷികമായ കാര്യം തന്നെയാണ്. ഖുർആൻ അതെന്നും ശരിയാണെന്ന് തെളിയിച്ചിട്ടുമുണ്ട്. ഒറ്റരാവ് കൊണ്ടുള്ള മുത്ത് റസൂലിൻ്റെ യാത്ര പലരും ഇന്ന് നിഷേധിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന തിരുവാക്യം നമുക്ക് മുറുകെ പിടിച്ച് അതിനെക്കുറിച്ച് പഠനങ്ങൾ തയ്യാറാക്കിയും ഇതിൻ്റെ സത്യത്തെ ഇനിയും അത് തെളിയാത്തവർക്ക് തെളിയിച്ചു കൊടുക്കുകയും വേണം. സത്യം മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് ഇതു മതിയാകും. മുത്തുനബിയുടെ ഈ പ്രയാണം മുസ്ലിം ജനതയ്ക്കെന്നും വലിയൊരു അഭിമാനവും അവിടുത്തെ വലിയൊരു മുഅ്ജിസത്തുമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.